ഒരു റിയൽ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. പുഴയുടെ തീരത്തായിട്ട് ഒരു കുഞ്ഞു വീട്. ആ കുഞ്ഞു വീട്ടിലാണ് മീനും അനിയത്തിയും അമ്മയും താമസിക്കുന്നത്. പെട്ടെന്ന് നോക്കുമ്പോഴേക്കും അരുണിനെ കാണുന്നു. അങ്ങനെ അവരുടെ പ്രണയം ആരംഭിക്കുകയാണ്. അച്ഛൻ അറിയുവാണ് ചെറിയൊരു ബന്ധം ഉണ്ടെന്നുള്ളത്. ഭയങ്കര ഇടിയും മഴയും ഒക്കെ ഉള്ളൊരു രാത്രി പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി ഒരാൾ പിടിച്ചു. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കയ്യിൽ കിട്ടിയ ഒരു കല്ലും കൊണ്ട് അവന്റെ തലക്കിട്ട് അടിക്കുന്നു. ഇത് കുറച്ച് ക്ലീഷയാണ്. കഥയില് നായകനും നായികയും എൻ്റെ അച്ഛനും അമ്മയും. നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് സൂപ്പർ അമ്മയും മകളും. സാറിന്റെ സിനിമാ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, അതായത് ജയറാമേട്ടനും രാജസേനൻ സാറും നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് നല്ല നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഒരു സിനിമ ഹിറ്റായ ശേഷം ഓക്കെ നിങ്ങൾ അങ്ങനെ ഒരു കൂട്ടുകെട്ടിൽ തന്നെ മുന്നോട്ട് പോവാം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ജേർണി ആയിരുന്നോ, അതെയോ വരുന്ന കഥകളൊക്കെ ജയറാമിന് പറ്റിയതാണ്, അങ്ങനെ അത് സംഭവിച്ചതായിരുന്നോ? അങ്ങനെയൊന്നുമല്ല. ഞാൻ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് 8 സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദൃശ്ചികമായിട്ട് ജയറാമിനെ പരിചയപ്പെടുന്ന വളരെ വിചിത്രമായൊരു പരിചയപ്പെടലാണ്. അതായത് ഞാൻ ചെന്നൈയിലായിരിക്കുന്ന സമയത്ത് നാന വീക്കിലിയിൽ പത്മരാജൻ സാറ് ജയറാമിനെ കണ്ടെത്തി അവരെന്ന് പറയുന്ന സിനിമയെ കൂടി അവതരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഇത് വന്നു. അപ്പം അതിൻ്റെ താഴെ പുള്ളിയുടെ അഡ്രസ്സ് ഇട്ടിരുന്നു ജയറാമിൻ്റെ. ജയറാം ആനന്ദ് എന്നാണ് വീട്ടുപേര്, പെരുമ്പാവൂർ. ഞാൻ എന്ത് ചെയ്തു, ഒരു ഇല്ലന്റ് വാങ്ങിയിട്ട്, അന്ന് ഇതൊന്നും ഇല്ലല്ലോ, മൊബൈലൊന്നും ഇല്ല, പണക്കാരൻ്റെ വീട്ടിൽ മാത്രമേ ലാൻഡ് ഫോൺ ഉള്ളൂ, നമുക്ക് ഡയറക്ഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഇല്ലന്റിൽ എഴുതിയിട്ടു, ഇങ്ങനെ പത്മരാജനെ പോലെ ഇത്രയും വലിയൊരാളിൻ്റെ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ സാധിച്ചത് ഭാഗ്യമാണ്. ഒരു ശരാശരി സിനിമാ നടൻ്റെ നിലവാരത്തിലേക്ക് താഴ്ന്നു പോകാതെ കലാകാരനെ സ്നേഹിക്കുന്ന ഒരു നടനായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു എഴുതിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അതേപോലെ ഇല്ലന്റിൽ മറുപടി, പാവങ്ക്രൂരൻ എന്ന മനോഹരമായ സിനിമയെടുത്ത സംവിധായകനാണല്ലോ എനിക്ക് പ്രോത്സാഹന കത്ത് അയച്ചത്, നമുക്ക് കാണാം, നമുക്കും ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചൊരു കത്ത്. അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടു, എന്തോ ഒരു ദൈവാധീനം ഉണ്ട്, ഒരു നിമിത്തം ഒക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ എൻ്റെ കല്യാണം വിളിക്കാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് വിറ്റ്നസ് എന്ന സിനിമയുടെ സെറ്റിൽ പോയി. അവിടെ വെച്ചാണ് ജയറാമിനെ കാണുന്നത്, ഫേസ് ടു ഫേസ് കാണുന്നത്. അപ്പം ഞാൻ എന്നെ അറിയൂ, അയ്യോ ഞാൻ ഒരിക്കലും മറക്കില്ല, എനിക്ക് ആദ്യമത്തെ കത്തെഴുതിയ ആളല്ലേ. അങ്ങനെ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഒരു നാടക മത്സരത്തിന് ഞാൻ ജയറാമിനെ സമ്മാനദാനത്തിന് വിളിച്ചുകൊണ്ട് പോയി എൻ്റെ നാട്ടിൽ. തിരിച്ച് വരുന്ന വഴിക്ക് എൻ്റെ അടുത്ത് വെച്ച്, ഇങ്ങനെ ചുമ്മാ ഇരുന്നാൽ മതിയോ, സിനിമ ഒന്നും ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, സിനിമയൊക്കെ ചെയ്യണം, നിങ്ങളുടെ പുതിയ തലമുറയുടെ ആൾക്കാരുമായിട്ടൊന്നും എനിക്ക് വലിയ അടുപ്പമൊന്നുമില്ല. എന്തിനടുപ്പം, ഞാനില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കടിഞ്ഞൂൽ കല്യാണം സിനിമ. ഞാൻ പറഞ്ഞു, ഇത് പറഞ്ഞതൊക്കെ ശരിയാണോ, നടക്കുന്ന കാര്യമാണോ? ഉറപ്പ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 10,000 രൂപ അഡ്വാൻസ് കൊണ്ടുവന്ന് കൊടുത്തു ഹോട്ടൽ അമൃതയിൽ. അന്നൊക്കെ 10,000 രൂപ അറിയാലോ. അതാണ് കടിഞ്ഞൂൽ കല്യാണം. കടിഞ്ഞൂൽ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി വർക്കൗട്ടായി. സിനിമയ്ക്ക് 3-4 സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി. അയലത്തെ അദ്ദേഹം നെക്സ്റ്റ് മൂവി, അത് സൂപ്പർ ഹിറ്റ് അടിച്ചു. 3ാമത്തെ ഞങ്ങളുടെ പടമാണ് മേലേപ്പറമ്പിലാണ് വീട്. അതോടുകൂടി പിന്നെ അറിയാലോ, പിന്നെ അങ്ങോട്ടുള്ള സിനിമകളെല്ലാം ഒരു 100 ദിവസം ഓടുന്ന സിനിമകളായി. ശരിക്കും പറഞ്ഞാൽ ഒരു പരസ്പരം പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന 2 സുഹൃത്തുക്കൾ ആയിരുന്നു. ഇപ്പൊ എന്താ, അയ്യോ അതെന്താ സാർ അങ്ങനെ? അല്ല, ഇപ്പൊ നല്ല അതങ്ങനെ തന്നെ ആവും. അതിന്റെ ജാതകം അത്രേ ഉള്ളൂ, ഓരോന്നിനും ഓരോ വിധി എന്ന് പറയുന്ന പോലെ. പക്ഷെ അല്ല, ആ ഒരു അതായത് സുഹൃത്ത് ബന്ധം നഷ്ടപ്പെട്ടു എന്നാണോ, അതേ സിനിമ നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് നിർത്തി എന്നുള്ളതാണോ? സുഹൃത്ത് ബന്ധം നഷ്ടപ്പെടാതിരുന്നിരുന്നെങ്കിൽ ഇപ്പൊ ഒരു 10 സിനിമയും കൂടെ ഇറങ്ങിയത്. രണ്ടും കണക്റ്റഡ് ആണ്. അത് പോയി, ആ ഒരു ബന്ധം അങ്ങ് അകന്നുപോയി. വഴക്ക് കൂടാതെ പരസ്പരം എന്തെങ്കിലും പറഞ്ഞ് വരുത്താതെ അകന്നു പോയ 2 സുഹൃത്തുക്കളാണ്. വഴക്കിട്ടിരുന്നെങ്കിൽ ആർക്കെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയത്. വഴക്കില്ല, പക്ഷെ മിണ്ടത്തില്ല. ഓൾഡ് വാർ, കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത വഴക്ക് ഇങ്ങനെ വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുകയാണ്. ഓൾഡ് വാർ. അതുകൊണ്ട് നമ്മൾ മലയാളികൾക്ക് വലിയ നഷ്ടം സംഭവിച്ചു. സാറ് പറഞ്ഞ പോലെ ഒരു 10 സിനിമ, നല്ല നല്ല സിനിമകൾ സംഭവിക്കേണ്ടിരുന്ന നമുക്ക് കാണാനുള്ളൊരു ഭാഗ്യം കൂടിയാണ്. പക്ഷെ അത് ഓർക്കാൻ സുഖമുള്ള ഒരു 12 വർഷങ്ങളായിരുന്നു.
എന്നും ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കും. ഒരു വല്ലാത്ത ഒരു സ്നേഹമായിരുന്നു. യെസ്. അപ്പോൾ എന്തായാലും അതായിരുന്നു നമ്മുടെ ഒരു വിശേഷം. എന്നാലും ആ നല്ലൊരു വിശേഷം നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച് സർ. സൂപ്പർ അമ്മയും മകളും. ഒന്നാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന 3 ലക്ഷം രൂപ സമ്മാനം. ഇന്നത്തെ കാര്യപരിപാടിയിലേക്ക് കടന്നാലോ? സർ റെഡിയല്ലേ? ഞാൻ റെഡി. കഥ കേൾക്കാനുള്ള മൂഡിലല്ലേ? തീർച്ചയായിട്ടും. ഞാനൊരു ഫിലിം മേക്കറാണ്. അപ്പോൾ നല്ല കണ്ടന്റ്, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ അല്ലേ? അതെ 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 അതെ. അപ്പൊ വളരെ എന്താ പറയുക, മിടുക്കികളായിട്ട് നമ്മുടെ അമ്മമാർ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ പേഴ്സണലി നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ആ സന്തോഷം പ്രേക്ഷകർക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇന്ന് കഥ പറയുമ്പോൾ എന്ന ഈ റൗണ്ടിൽ നമുക്ക് ആരെയാണ് വെൽക്കം ചെയ്യേണ്ടത്? വളരെ പ്രതീക്ഷയോടെ ഞാൻ വെൽക്കം ചെയ്യുന്നു ഷീന ആൻഡ് ശൈത്യ. ചേച്ചി, കഥ പറയുമ്പോൾ എന്നുള്ള ഈ സെഗ്മെന്റിന് വേണ്ടിയിട്ട് എല്ലാം പ്രിപ്പയർഡ് ആണ്. നന്നായിട്ട് ഹോംവർക്ക് ഒക്കെ ചെയ്തു. കുഴപ്പമില്ലാത്ത രീതിയിൽ ആണോ? പക്ഷെ കഥ പറയുന്നത് ഞാനല്ല, ശൈത്യാണ്. അത് ഞങ്ങൾക്കൊരു വിഷമമുണ്ട്. കാരണം ഞങ്ങൾക്ക് ചേച്ചിയുടെ ഒരു കഥ കേൾക്കാൻ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അത് സാറിന്റെ സിനിമകളൊക്കെ ഞാൻ മിക്കവാറും ഒരു സിനിമയൊക്കെ ഉള്ളു, ലാസ്റ്റിലത്തെ സിനിമ മാത്രമേ ഉള്ളൂ കാണാത്തത്. ബാക്കി എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുള്ളതാണ്. ലാസ്റ്റിലെ സിനിമ നിർബന്ധമായിട്ടും കാണും. അത് കണ്ടില്ല. കാരണം അത് കാണാം. ഈ ടൈറ്റിലുമായിട്ട് ബന്ധമുള്ള ഒരു സിനിമയാണ്. കാരണം അമ്മ, ഒരു പുരുഷന്റെ ഉള്ളിൽ ഒരു സ്ത്രീ ജീവിക്കുന്നു, അതൊരു അമ്മയാണ്. അമ്മയും മകളും എന്നാണല്ലോ ഈ ടൈറ്റില്. അതെ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കുന്ന ഒരാള് ഉറപ്പായിട്ടും കാണും. അപ്പൊ നമുക്ക് സാറിനെ വിളിക്കാം. റെഡി? യെസ്. ഓൾ ദി ബെസ്റ്റ്. സർ, ഇത് ഒരു 90 കാലഘട്ടത്തിൽ നടന്ന ഒരു റിയൽ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. ഒരു ലവ് സ്റ്റോറിയാണ്. അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ലാഹ എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമത്തിലാണ് ഈ ഒരു കഥ നടന്നത്. ഭയങ്കര ഇടിയും മിന്നലും മഴയും ഒക്കെ ഉള്ളൊരു രാത്രി. ആ രാത്രിയിൽ ഒരു പെൺകുട്ടി ഭയങ്കര കിതച്ചുകൊണ്ട് ഓടി വരിക. അവൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആരോ അവളെ ഇങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിലാണ് അവൾ ഓടുന്നത്. ഓടി 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 വന്നിട്ട് പെട്ടെന്ന് റോഡിലേക്ക് എത്തുക. റോഡിലെത്തിയിട്ടും ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നുണ്ട് അവൾ ഒരു 18-20 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുഷിഞ്ഞ വസ്ത്രമാണ്, എവിടേക്കോ കീറിയിട്ടുണ്ട്. അപ്പോൾ അവളിങ്ങനെ റോഡിൽ നിന്ന് കിതച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു വെട്ടം കാണാം. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഒരു വണ്ടി വരുന്നതെന്ന് മനസ്സിലായി. പെട്ടെന്ന് അവൾ റോഡിൻ്റെ നടുക്ക് കയറി നിൽക്കുക. അങ്ങനെ ആ വണ്ടി അതൊരു ട്രാവലറായിരുന്നു. ട്രാവലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ നിന്ന് തിരിച്ചു വരുന്ന അയ്യപ്പന്മാരുടെ ഒരു വണ്ടിയായിരുന്നു. പെട്ടെന്ന് ആ വണ്ടി നിർത്തിയിട്ട് അതിനകത്തുനിന്ന് ഒരു സ്വാമി ഇറങ്ങിയിട്ട് ചോദിച്ചു, എന്തു പറ്റി മോളെ, എന്താ നീ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ഇവള് പറയുക, സ്വാമി എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, എനിക്ക് ഈ നാട്ടിൽ നിൽക്കണ്ടേ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം, എന്നെ ഈ അവസ്ഥയിൽ ഒറ്റപ്പെടുത്തിയിട്ട് പോകരുതെന്ന് പറയുമോ. അപ്പോഴേക്കും അവളുടെ ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് വണ്ടിയിലേക്ക് കയറ്റുവാണ്. എന്നിട്ട് അവിടെ ഉള്ള അയ്യപ്പന്മാരെല്ലാം കൂടി ഇവളോട് ചോദിച്ചു, എന്ത് പറ്റി, എന്താ മോളെ, നീ എന്തിനാ പേടിക്കുന്നേ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ വണ്ടി ജസ്റ്റ് മൂവ് ചെയ്യുന്നു. നമ്മുടെ ആ വണ്ടിയുടെ ട്രാവലറിൻ്റെ ബ്രേക്ക് ലൈറ്റിലാണ് നമ്മുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. ടൈറ്റിലിൻ്റെ പേര് കിലുക്കി. ആ കിലുക്കിയുടെ കീഴിൽ ചെറിയൊരു കൊലുസുണ്ട്. കൊലുസിൻ്റെ 4-5 മണികളൊക്കെ ഇങ്ങനെ, അതാണ് നമ്മുടെ ടൈറ്റിൽ കാണിക്കുന്നത്. പിന്നെ അത് കട്ട് ചെയ്തിട്ട് അടുത്ത സീൻ കാണിക്കുന്നത് കിലുക്കിയുടെ വീടാണ്. നമ്മുടെ നായികയുടെ പേര് മീനു എന്നാണ്. അപ്പോൾ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മലകൾ, ആ മലയുടെ അടിവാരത്തായിട്ട് ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയുടെ തീരത്തായിട്ട് ഒരു കുഞ്ഞു വീട്. ആ കുഞ്ഞു വീട്ടിലാണ് നമ്മുടെ മീനുവിൻ്റെ അനിയത്തിയും അമ്മയും താമസിക്കുന്നത്. മീനുവിൻ്റെ കൂട്ടിനായിട്ട് കുറേ ആടുകളും പിന്നെ ആട്ടിൻകുട്ടികൾ, പിന്നെ കുറച്ച് കോഴികളും, പിന്നെ പശുക്കളൊക്കെ ഉണ്ട്, പശുക്കിടാവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ മീനു പശുവിനെ കറന്ന് കുറേ കുപ്പികളിൽ പാലൊക്കെ ആക്കിയിട്ട് അടുത്തുള്ള വീടുകളിലെല്ലാം കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ അവിടുത്തെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ചായക്കട, ഒരു ഗ്രാമത്തിലുള്ള ഒരു കുഞ്ഞു ചായക്കട. ആ ചായക്കടയിലാണ് അവിടെയുള്ള ആളുകളൊക്കെ അവരുടെ ഒരു ദിവസത്തിൻ്റെ ആദ്യം ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി, കിലുക്കിനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നോക്കുമ്പോൾ ഓടിപ്പിടിച്ച് ഇവള് വരിക. അവളുടെ കാലിൽ ഒരു പാദസരമുണ്ട്. ആ പാദസരത്തിന് പ്രായമുണ്ട് ഈ സമയത്ത് ഒരു 18-20 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ പാദസരത്തിന് ഭയങ്കര കിലുക്കുക. അത് ഇട്ടുകൊണ്ട് അവൾ ഓടി വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നാട്ടിലുള്ള എല്ലാവർക്കും
അങ്ങനെ ഒരു പേര് കിട്ടിയത്. നാട്ടിലുള്ള എല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൾ പാലം കൊണ്ടുവരുന്നു. എന്നിട്ട് അവരോട് കുറച്ച് നേരം എല്ലാവരോടും സംസാരിച്ചൊക്കെ ഇരിക്കുന്നു. അതിനുശേഷം അവൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. എന്നിട്ട് അവൾ സ്കൂളിലേക്ക് പോവാം. സ്കൂളിൽ കുറേ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറുക്കനും പെണ്ണും ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചു. അങ്ങനെ സ്ഥിരമായിട്ട് ഒരു 4-5 ദിവസം ഇങ്ങനെ അവൾ സ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് ഇവരെ കാണുന്നുണ്ട്. അപ്പോൾ ആ ചെറുക്കനെ അവളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ നായകൻ്റെ പേര് അരുൺ. ഒരു 21 വയസ്സ് കാണും. നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള ആ ഗ്രാമത്തിലുള്ള ഒരു പ്രമാണിയുടെ മോന. ഇത് കട്ട് ചെയ്തിട്ട് അടുത്ത സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. എബിയും അരുണും ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ എബിക്ക് നമ്മുടെ ഈ കിലുക്കിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവളോട് ആ ഒരു പ്രണയം തുറന്നു പറയാനുള്ള ഒരു പേടി കാരണം അരുണിനെ ഏൽപ്പിക്കുക. അപ്പോൾ അരുൺ അത് പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, ഞാൻ എല്ലാം സെറ്റാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത വിഷ്വൽ നമ്മൾ കാണിക്കുന്നത് കിലുക്കിയുടെ ട്യൂഷൻ ക്ലാസ്. അപ്പോൾ കിലുക്കി ഇങ്ങനെ ട്യൂഷൻ ക്ലാസ്സിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നോക്കുമ്പോഴേക്കും അരുണിനെ കാണുന്നു. അയ്യോ, ഈ ചേട്ടൻ എന്താ ഇവിടെ, അങ്ങനത്തെ ഒരു ഇത്. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മുടെ അരുൺ കിലുക്കിനെയും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. രണ്ടുപേരുടെയും വീട് അടുത്തടുത്താണെങ്കിലും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ആ സമയത്താണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അവരെ രണ്ടുപേരും ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇഷ്ടത്തിലാവുന്നു. അങ്ങനെ ആ ഒരു നിമിഷത്തിൽ നമ്മുടെ അരുൺ കിലുക്കിനെ നോക്കിയിട്ടൊന്ന് സൈറ്റ് അടിച്ച് കാണിക്കുന്നു. ആ സൈറ്റ് അടിയിൽ നമ്മുടെ കിലുക്കി വീഴും. അങ്ങനെ അവരുടെ പ്രണയം ആരംഭിക്കുകയാണ്. അതൊരു നമ്മൾ മൊണ്ടാഷ് രീതിയിൽ ഒരു പാട്ട് സീനാണ് പോകുന്നത്. ഇവരുടെ പ്രണയം, സ്കൂൾ കാലഘട്ടത്തിലുള്ള പ്രണയങ്ങളും പിന്നെ ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുമ്പായിട്ടുള്ളൊരു സമയം. അപ്പോൾ ലെറ്ററൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ കിലുക്കിക്ക് ലെറ്റർ കൊടുത്തു. ആ ലെറ്ററും കൊണ്ട് ഓടി കിലുക്കി ആ പുഴയുടെ തീരത്ത് പോയിരുന്ന് അത് തുറന്ന് വായിക്കുന്നു. അതിൻ്റെ കൂടെ ഒരു ചെറിയ മുത്തുമാലയുണ്ട്, ആ മുത്തുമാലയൊക്കെ ഇടുന്നു. പിന്നെ അങ്ങനെ അവരുടെ ആ ഒരു പ്രണയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഈ ലെറ്റർ കിലുക്കിയുടെ അമ്മ പിടിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ സോങ്ങിലാണ് കാണിക്കുന്നത്. കിലുക്കിയുടെ അമ്മ പിടിക്കുന്നുണ്ട്. അപ്പോൾ അരുൺ അടുത്ത വഴി നോക്കി ഇനി എങ്ങനെ ഇവളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മിഠായി കവറിൽ ആക്കിയിട്ടാണ് അടുത്ത ലെറ്റർ ഇടുന്നത്. അതും അമ്മ പിടിച്ചു. അങ്ങനെ അവരുടെ പ്രണയവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അവർ കോളേജ് കാലഘട്ടത്തിലെത്തി. അങ്ങനെ ബൈക്കിലൊക്കെ ചുറ്റി നടക്കുന്നു, ഐസ്ക്രീം കഴിക്കുന്നു, പിന്നെ എന്താ പറയുക, സിനിമ തിയേറ്ററിൽ പോകുന്നു. അങ്ങനെ നമ്മുടെ ആ ഒരു പാട്ടിൻ്റെ സീൻ തീരുക. പിന്നെ അടുത്ത വിഷ്വൽ കാണിക്കുന്നത് നമ്മുടെ കിലുക്കി കോളേജ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും കിലുക്കിയുടെ അച്ഛൻ ഇവിടെ നാട്ടിലില്ല, ഗൾഫിലാണ്. അപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കിലുക്കിയുടെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരിക. അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ അറിയുവാണ് ഇങ്ങനൊരു ചെറിയൊരു ബന്ധം ഉണ്ടെന്നുള്ളത്. നാട്ടുകാരൊക്കെ കുറച്ച് പേരിങ്ങനെ പറയുന്നത് കേൾക്കാനിടയായി. അപ്പോഴേക്കും പിന്നെ അച്ഛനൊന്നും ആലോചിച്ചില്ല. ഇനിയും മോളുടെ ആ ഒരു ഇത് കാരണം എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു കല്യാണം നടത്താം. അതായത് കിലുക്കിയുടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോനുമായിട്ട് കല്യാണം ഉറപ്പിക്കുക. അങ്ങനെ കിലുക്കിക്കാണെങ്കിൽ പക്ഷെ ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അരുണുമായിട്ടുള്ള ആ ഒരു പ്രണയം നടക്കുന്നതുകൊണ്ട് അവർക്ക് ഒരിക്കലും പിരിയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് ഈ കല്യാണം വരുന്നത്. അങ്ങനെ ആ കല്യാണത്തിൻ്റെ തലേ ദിവസം കിലുക്കിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാതെ കിലുക്കി അരുണിനെ കാണാൻ വേണ്ടിയിട്ട് അരുണിൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അങ്ങനെ അരുണിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അരുൺ പറയും, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, പക്ഷേ ഇപ്പം നീ കാണിക്കുന്നത് ശരിയല്ല. അപ്പോഴേക്കും അരുണിനോട് പറയുന്നുണ്ട്, നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ, നമുക്ക് ഒളിച്ചോടി പോവാം, ഒട്ടും പറ്റുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ഈ ഒരു സിറ്റുവേഷനിൽ നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, നമുക്ക് നമ്മുടെ വീട്ടുകാരോട് പറഞ്ഞു നോക്കാം, പക്ഷെ അവർ സമ്മതിക്കത്തില്ലെന്ന് അറിയാമല്ലോ നിനക്ക്. അങ്ങനെ ആയിക്കഴിയുമ്പോഴേക്കും അങ്ങനെ കിലുക്കിനെ പറഞ്ഞ് അങ്ങനെ അവസാനം അവളുടെ ആ ഒരു ഹോപ്പ് പോയി. അങ്ങനെ കിലുക്കി തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. ഈ ഒരു സമയത്ത്, ഈ ഒരു ചുരുക്കം സമയം കൊണ്ട് കിലുക്കിനെ വീട്ടിൽ കാണുന്നില്ല. അങ്ങനെ പെട്ടെന്ന് വീട്ടിൽ എല്ലാവരും ഭയങ്കരമായിട്ട് പരിഭ്രമിക്കുക, ഇവളെവിടെ പോയതാ. അപ്പോഴേക്കും കിലുക്കി വരുമ്പോഴേക്കും കിലുക്കിയുടെ അച്ഛൻ ഭയങ്കരമായിട്ട് എടുത്തിട്ട് അടിക്കുന്നു. നീ എവിടെയായിരുന്നു? നീ ഇത്ര സമയം കൊണ്ട് നീ എവിടെയായിരുന്നു? അപ്പോഴേക്കും കുറച്ച് പേര് അച്ഛനോട് പറഞ്ഞു കൊടുത്തു, ഇവർ തമ്മിൽ ഒളിച്ചോടി പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക, അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന്. അങ്ങനെ കിലുക്കിയുടെ അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴും കിലുക്കി പറയുന്നുണ്ട്, എനിക്ക് ഈ കല്യാണം വേണ്ട, ഒന്നെങ്കിൽ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും, എനിക്കിനി പറ്റത്തില്ല, എനിക്ക് അരുൺ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര സീനും കാര്യങ്ങളൊക്കെ ആവുന്നു. അങ്ങനെ പെട്ടെന്ന് കിലുക്കിയുടെ അച്ഛൻ പറയുന്നു, ശരി എന്നാൽ നമുക്ക് അവൻ്റെ വീട്ടിൽ പോയി സംസാരിക്കാം, ഇനി നീ ഒളിച്ചോടി പോകുന്നതിനെക്കാട്ടിലും
നല്ലത് നീ അവിടെ വീട്ടിൽ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കിലുക്കിനെയും വിളിച്ചുകൊണ്ട് അരുണിൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അരുണിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അരുണിൻ്റെ അമ്മ പുറത്തേക്ക് ഇറങ്ങി വരുമോ. അപ്പോൾ ചോദിച്ചു അരുൺ ഇല്ലേന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയും ഇല്ല, അവൻ ഇവിടെ ഇല്ലല്ലോ, അവൻ 4-5 ദിവസമായിട്ട് ബോംബെയിലായിരുന്നു എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് കിലുക്കി ഞെട്ടുന്നു. ബാക്കിയുള്ളവരും കിലുക്കിനെ നോക്കുന്നു. ഇവള് പറഞ്ഞത് സത്യമല്ലേ, ഈ കുറച്ച് മുമ്പേ ആണല്ലോ നിങ്ങൾ സംസാരിച്ചെന്ന് പറഞ്ഞേ. അപ്പോഴേക്കും കിലുക്കി പറയും ഇല്ല, ഞാനിപ്പോൾ സംസാരിച്ചതേ ഉള്ളൂ. പക്ഷേ ഈ അരുണിൻ്റെ അമ്മ കട്ടായം പറയും ഇല്ല, എൻ്റെ മോൻ ഇവിടെ ഇല്ലായിരുന്നു, 4-5 ദിവസമായിട്ട് അവൻ പോയിരിക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഈ ഒരു ചെറിയൊരു ഇഷ്യൂ ഭയങ്കര വലുതാക്കുവാണ്. ഒരു എന്താ പറയുക, ഭയങ്കര നാട്ടുകാരും വീട്ടുകാരും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും സമുദായക്കാരും എല്ലാവരും കൂടി ഇടപെട്ട് ആ ഒരു വിഷയം ഭയങ്കര സീനാക്കി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കിലുക്കിയോട് പറഞ്ഞു, നീ എന്തായാലും അരുൺ ഇല്ലാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല, നീ അവിടെ തന്നെ ഇരിക്കും, നീ അവിടെ സത്യാഗ്രഹം ഇരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ കിലുക്കിനെ അവിടെ ഇരുത്തുക. അവിടെ കട്ട് ചെയ്തിട്ട് അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ അരുണിനെയും കൊണ്ട് അച്ഛൻ ഒരു ജംഗ്ഷനിൽ നിൽക്കുക. കുറേ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അരുൺ പറയുന്നുണ്ട് എനിക്ക് തിരിച്ചു പോകണമെന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയും ഇല്ല, ഇപ്പം നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അവിടെ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക, നീ എന്തായാലും നിൻ്റെ ബന്ധം ഞാൻ നോക്കട്ടെ, നീ ഒന്ന് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നടത്തിത്തരാം, പക്ഷേ ഇപ്പം നടക്കത്തില്ല, നീ ഇവിടുന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ കുറേ വണ്ടികൾക്ക് കൈ കാണിക്കുന്നുണ്ട്, പക്ഷെ ഒരു വണ്ടിയും നിർത്തുന്നില്ല. അങ്ങനെ അവിടെയാണ് നമ്മുടെ ഇൻ്റർവെല്ല് വരുന്നത്. ഇൻ്റർവെല്ലിനകത്ത് കാണിക്കുന്നത് 2 ഫ്രെയിമായിട്ടാണ്. ഒന്ന് നമ്മുടെ കിലുക്കി ഇങ്ങനെ അരുണിൻ്റെ വീട്ടിൽ ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതും, ഇപ്പുറത്തെ ഫ്രെയിമിൽ അരുണിൻ്റെ അച്ഛനും അരുണും കൂടി നാട് കടക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും. അങ്ങനെ നമ്മുടെ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ടുള്ള സീൻ കാണിക്കുന്നത് ഈ 2 വീട്ടുകാരും തമ്മിലുള്ള അടിയും വഴക്കും ബഹളമോ. ആ സമയത്ത് നമ്മുടെ കിലുക്കി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അവൾ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് പറ്റുന്നില്ല, അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ആ ഒരു സമയത്ത് അന്ന് രാത്രി കിലുക്കി അവിടെ നിന്ന് ഇറങ്ങുക, ആരും കാണാതെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിൽ അവൾ അവിടെ നിന്ന് ഇറങ്ങി അവൾ ഓടുന്നുണ്ട്. ആരും കാണാതെ ഓടി പോകുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി ഒരാൾ പിടിച്ചു. അത് നമ്മുടെ എബി. ആദ്യം കിലുക്കിനെ പ്രപ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞ് അരുണിനെ ഏൽപ്പിച്ച ആള്. പെട്ടെന്ന് അവൻ കള്ളു കുടിച്ചിട്ടുണ്ട്, കിലുക്കിയുടെ കല്യാണമാണല്ലോ പിറ്റേ ദിവസം. അവൻ ഭയങ്കരമായിട്ട് കള്ളു കുടിച്ചിട്ടൊക്കെ ഇരിക്കുമോ. എന്നിട്ട് പറഞ്ഞു നീയും അവനുമായിട്ട് സൂചിച്ച് ജീവിക്കാൻ പോവല്ലേ, ഇനി ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ് അവർ തമ്മിലുള്ള പിടിയും വലിയും. അങ്ങനെ കിലുക്കിനെ അവനെ എടുത്ത് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് കിലുക്കിനെ മറിച്ചിടുന്നു. പെട്ടെന്ന് കിലുക്കി കയ്യിൽ കിട്ടി, ഇവൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കയ്യിൽ കിട്ടിയ ഒരു ചെറിയൊരു കല്ലും കൊണ്ട് അവൻ്റെ തലക്കിട്ട് അടിക്കുന്നു. പെട്ടെന്ന് ചോര വരുന്നുണ്ട്, അവന് ബോധം പോയി. അപ്പോഴേക്കും ഇവള് വിചാരിച്ചു അവൻ മരിച്ചു പോയെന്ന് വിചാരിച്ചിട്ടാണ് ഇവൾ ഓടുന്നത്. അങ്ങനെ കിലുക്കി ഓടിയാണ് നമ്മുടെ ട്രാവലർ വരെ എത്തുന്നത്. അങ്ങനെ അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ ട്രാവലറിൽ ഇങ്ങനെ കിലുക്കി കഥ പറഞ്ഞുകൊണ്ട് പോവാണ്. കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് സഡൻ ബ്രേക്ക്. അപ്പോൾ പെട്ടെന്ന് ഇവർ എല്ലാവരും കൂടി ആഞ്ഞിട്ട് അപ്പോൾ ഒരു സ്വാമി ചോദിച്ചു എന്ത് പറ്റി എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും പെട്ടെന്ന് ഡ്രൈവർ പറഞ്ഞു ഇല്ല ഒന്നുമില്ല, ഒരാൾ ലിഫ്റ്റ് ചോദിച്ചാന്ന് പറയുന്നു. അങ്ങനെ അടുത്ത സീൻ എന്ന് പറയുന്നത് നോക്കുമ്പോൾ നമ്മുടെ അരുണിനെ പെട്ടെന്ന് നോക്കുമ്പോൾ ഈ ട്രാവലർ വരുന്നു. ട്രാവലറിൽ നമ്മുടെ അരുണിൻ്റെ അച്ഛൻ കൈ കാണിച്ച് നിർത്തി നമ്മുടെ അരുണിനെ ഈ ട്രാവലറിലേക്ക് കയറ്റുന്നു. കിലുക്കി ഈ സമയത്ത് ആരോ കയറിയെന്ന് മനസ്സിലാക്കി കിലുക്കി ഇങ്ങനെ ഒളിച്ചിരിക്കുക. അങ്ങനെ ആ ട്രാവലറിൽ അരുൺ ഫ്രണ്ടിലിരിക്കുന്നു, നമ്മുടെ കിലുക്കി ബാക്കിലിരിക്കുന്നു, ബാക്കിയുള്ള അയ്യപ്പന്മാരെല്ലാം ഇരിക്കുന്നു. അങ്ങനെ ആ ട്രാവലർ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മുമ്പോട്ട് പോയി കേരള ബോർഡറൊക്കെ കടന്ന് ഒരു ആന്ധ്രാപ്രദേശിലെത്തി. അങ്ങനെ പെട്ടെന്ന് അവിടെ ആ ഒരു സമയത്ത് നമ്മൾ ഒരു മൊണ്ടാഷ് രീതിയിൽ ഒരു പാട്ടാണ് കാണിക്കുന്നത്. ആ സമയത്ത് ഇവർ തമ്മിൽ കാണുന്നു, രാവിലെ ആയപ്പോഴേക്കും ഇവർ തമ്മിൽ കണ്ടിട്ട് വേഗം പോയി കെട്ടിപ്പിടിക്കുന്നു, അങ്ങോട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ ഉള്ള ജീവിതം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ അവർ കല്യാണം കഴിച്ചു, ഒരു കുട്ടിയായി, ഫിനാൻഷ്യലി സ്റ്റേബിളായി, നമ്മുടെ അരുണിന് ജോലിയൊക്കെ ആയി. അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തോടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ കിലുക്കിയുടെ ഒരു ആഗ്രഹം പറയാമോ, ഇത്ര ആയില്ലേ, നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോവാം, എനിക്ക് അച്ഛനെ അമ്മേനെയൊക്കെ കാണണം, നമുക്ക് നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അതാണ് നമ്മുടെ ഒരു ടെയിലെൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ അരുണും കിലുക്കിയും കൂടി അവരുടെ നാട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോഴേക്കും അരുണിൻ്റെ വീട്ടിലാണ് ആദ്യം പോകുന്നത്. അവിടെ പോകുമ്പോഴേക്കും കുറേ പോലീസുകാർ അവിടെ നിൽക്കുന്നു, കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നു, ചുറ്റിനും കൂടി നിൽക്കുന്നു. ഒരു
വൃത്തിയുടെ ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. നോക്കുമ്പോൾ അരുണിൻ്റെ അമ്മയും അച്ഛനും കൂടി ഇങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ അരുണിൻ്റെ അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ തോളത്തൂടി കൈപിടിച്ചിട്ട് ആ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരിക്കുക. അവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. ഈ സമയത്ത് കിലിക്ക് പറയുക, അരുൺ നമുക്ക് ഒരിക്കലും അവരെ ഉപേക്ഷിക്കാൻ പാടില്ല, നമുക്ക് നമ്മുടെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അച്ഛൻ്റെ അമ്മയുടെയും കൈ പിടിച്ച് കിലിക്കിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. കിലിക്കിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അപ്പം നോക്കുമ്പം കിലിക്കിയുടെ വീട്ടുകാർ അവരെ സ്വീകരിച്ചു. ഭയങ്കര സന്തോഷത്തോടെ അവരെല്ലാവരും നിൽക്കുന്ന സമയത്ത്, കിലിക്കിയുടെ വീട്ടിലേക്ക് എല്ലാവരും കൂടി കയറാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബൈക്ക് അവിടെ വന്ന് നിൽക്കുക. ആ ബൈക്കിൽ ഒരു കിലിക്ക് മറ്റേ കൊലുസുണ്ട്, ഒരു പാദസരം ആ ഹാൻഡിലിൽ തൂക്കിയിട്ടിട്ടുണ്ട്. പെട്ടെന്ന് ആ ബൈക്കിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് നോക്കിയിട്ട് പറയുക, കൊച്ചാട്ടാ. പെട്ടെന്ന് ബൈക്കിൽ നിന്ന് നോക്കിയിട്ട് പറയുക, കൊച്ചാട്ടാ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ ഇവരെല്ലാവരും കൂടി നോക്കുമ്പോഴേക്കും കാണുന്നു നമ്മുടെ എബി പള്ളിയിൽ അച്ഛനായിരിക്കുക. അപ്പോൾ നോക്കുമ്പോൾ കിലിക്കിയും അരുണും കൂടി നോക്കുക, അയ്യോ ഇവൻ മരിച്ചില്ലേ, ഇവൻ ജീവനോടെ ഉണ്ടായിരുന്നോ. അപ്പോൾ എബി നോക്കുമ്പോഴേക്കും ഇവരെ എവിടെ നിന്ന് വന്നു, ഇവരെപ്പോൾ വന്നു. ആ ഒരു രണ്ടുപേരുടെയും ആ ഒരു നോട്ടത്തിൽ നമ്മുടെ ഡയറക്ടറിൻ്റെ പേരെഴുതി കാണിക്കും. അതാണ് എൻ്റെ. സൂപ്പർ അമ്മയും മകളും. രണ്ടാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് ICL ഫിൻകോർപ്പ് നൽകുന്ന 2 ലക്ഷം രൂപ സമ്മാനം. മൂന്നാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് കൃഷ്ണ തുളസി കഫ് സിറപ്പ് നൽകുന്ന 1 ലക്ഷം രൂപ സമ്മാനം. കഥയിലെ നായകനും നായികയും എൻ്റെ അച്ഛനും അമ്മയും. എനിക്കത് സ്ട്രൈക്ക് ചെയ്ത് എവിടെയെന്ന് പറഞ്ഞാൽ ആ പ്രത്യേക ഒരു ഘട്ടത്തിൽ വന്ന് നിന്നപ്പോൾ മുതലാണ് പുള്ളി സെൻറ്റി അടിച്ച് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ സെൻറ്റി അടിക്കണമെങ്കിൽ ഒരു കഥ പറഞ്ഞുകൊണ്ട് മാത്രം സെൻറ്റി ആവത്തില്ല. കാരണം ഞങ്ങളൊക്കെ എത്രയോ കഥ പറയുന്നത്. അവിടെ മുതൽ എനിക്ക് മനസ്സിലായി അത് ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ 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 വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. നമ്മളിപ്പോൾ സങ്കടം വന്നു കരഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും കഥ കഥയായിട്ട് തന്നെ കാണണമല്ലോ. ഇത് കുറച്ച് ക്ലീഷയാണ്, പക്ഷേ കഥ പ്രസൻറ്റ് ചെയ്തതൊക്കെ മനോഹരമാണ്. നന്നായിട്ട് പറയാനറിയാം, അത്യാവശ്യം നല്ല ഭാഷയുണ്ട്, പിന്നെ ആർട്ടിസ്റ്റും കൂടി ആയതുകൊണ്ട് കണ്ണിലൊക്കെ നല്ല തിളക്കവും അതൊക്കെ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. സൂപ്പർ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് മാർക്കെന്ന്. അപ്പോൾ എന്തായാലും ഈ ഒരു കിലിക്കിയുടെ മാർക്ക് എൻ്റെ കയ്യിലുണ്ട്. സാർ അത് വളരെ ഭംഗിയായിട്ട് ആ ഒരു കർത്തവ്യം നിർവഹിച്ചു. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മളൊരു പ്രണയാർദ്രമായ ഒരു നല്ലൊരു ലവ് സ്റ്റോറിയോട് കൂടിയാണ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത്. സോ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ദിസ് ഈസ് സൂപ്പർ അമ്മയും മകളും.